നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 275-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരൻ, വിവർത്തകൻ, മലയാളം, ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ നിരവധി ചെറുകഥാ സമാഹാരങ്ങളും ഇംഗ്ലീഷ് പോയംസ് കളക്ഷനും കവിതകളും അങ്ങനെ ഒരുപാട് അവാർഡുകളുമൊക്കെ നേടിയ ഒരു വലിയ എഴുത്തുകാരൻ. അതാണ് സുരേഷ് കിളിയൂർ. വളരെ രസകരമായി പറയട്ടെ, എൻ്റെ കൃഷ്ണശിലയായി എന്ന എപ്പിസോഡുകൾ ചിലതൊക്കെ കണ്ടിട്ട് അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചുകൊണ്ട് എനിക്ക് എഴുതിയിരുന്നു ഫേസ്ബുക്കിൽ. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്തു. അപ്പോഴൊന്നും വിളി വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശസ്ത സാഹിത്യകാരൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയ ശ്രീ നീലാ പത്മനാഭനും എനിക്കെഴുതി ശരവൻ്റെ നമ്പർ വേണം. അദ്ദേഹത്തിനും നമ്പർ അയച്ചു കൊടുത്തു. അപ്പോഴും തിരികെ വിളിയൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് മറ്റൊരു വ്യക്തി എനിക്ക് വളരെ വിശദമായി തന്നെ ഒരു കുറിപ്പിട്ടു. അതിനും അദ്ദേഹത്തിൻ്റെ ആവശ്യം എൻ്റെ ഫോൺ നമ്പറാണ്. അങ്ങനെ ഒടുവിൽ തിരക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ശ്രീമതിയും കൂടി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ഒരു ഇളം മഞ്ഞ ഷർട്ടും മുണ്ടും ധരിച്ച് ഒരാൾ എന്നെ കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ പത്നിയുമുണ്ട്, ഒന്ന് ചോദിച്ചു, ഇത് ശരവൺ മഹേശ്വർ അല്ലേ എന്ന്. നമ്മളെ ഒരാൾ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമാണല്ലോ. അങ്ങനെ ഞാൻ കണ്ടു. ഞാൻ സാറിൻ്റെ ടെലിഫോൺ നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നിരുന്നുവല്ലോ, താങ്കൾ വിളിച്ചൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ ശ്രീമതിയെ പരിചയപ്പെടുത്തി. കോട്ടൺ ഹിൽ സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായി റിട്ടയർ ചെയ്ത വനിത. സാഹിത്യത്തെക്കുറിച്ചിട്ടൊന്നും അമ്പല പരിസരത്തിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചതേയില്ല. വളരെ മിതമായ ഭാഷണം. പ്രത്യേകിച്ച് അദ്ദേഹം എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല എന്നതാണ് പരമാർത്ഥം. നീലാ പത്മനാഭൻ സാർ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നമ്പർ കിട്ടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചത്. പലരോടും ചോദിച്ചു, അറിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയത് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 5-6 മിനിറ്റ് സംസാരിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടു. ദിനം പ്രതി ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് പല ഭാഷകളിലായി ഇറങ്ങുന്നത്. എത്ര പേരെ ഓർമ്മിക്കുമെന്നോ എത്ര പേർ പരസ്പരം അറിയുമെന്നോ ഒന്നും ഒരു ധാരണയില്ലാത്ത ലോകം. 3 മിനിറ്റിൽ ഒരു കൃതി പുസ്തക രൂപത്തിൽ ജനിക്കുന്നു എന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ മറ്റുള്ളവർ എന്നെയും അറിയണമെന്ന് നിബന്ധനയും നിഷ്കർഷയൊന്നും വെച്ചു പുലർത്താൻ കഴിയില്ല. അമ്പല പരിസരത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത, വളരെ വിനയത്തോടുകൂടി, വളരെ ഭവ്യതയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നൊരു മനുഷ്യൻ. അല്ലാതെ അദ്ദേഹം എഴുത്തുകാരനാണോ, എഴുതി തുടങ്ങിയ ആളാണോ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ആ പരിചയപ്പെടൽ, കണ്ടുമുട്ടൽ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വാട്സപ്പിലൂടെ എഴുതിയപ്പോൾ ഞാൻ ആദ്യം എഴുതിയൊരു ചോദ്യമാണ്,
ആ ചോദ്യം ഞാനിപ്പോൾ തിരിച്ചെടുക്കുകയാണ്. കാരണം താങ്കൾക്ക് സാഹിത്യവുമായി എങ്ങനെയാണ് ബന്ധം, താങ്കൾ സാഹിത്യത്തിൽ എന്തൊക്കെ ആണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരു 1-2 വാക്കുകൾ അദ്ദേഹത്തിന് എഴുതി. തല ചുറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവർത്തനം ചെയ്ത പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷ് കവിതകളെക്കുറിച്ചും നിരവധി ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒക്കെയുള്ളൊരു വലിയൊരു ബ്രീഫ് അദ്ദേഹം വാട്സപ്പിലൂടെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനും കുറച്ച് പേപ്പർ കട്ടിങ്സൊക്കെ ഇങ്ങനെയൊക്കെ എഴുതും. 35 കൊല്ലമായിട്ട് എഴുതും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ് എന്നൊക്കെ ഞാനും കുറേയൊക്കെ എഴുതി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറേ കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയെക്കുറിച്ച് വളരെ കൂടുതലൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നീലാപത്മനാഭൻ സാറിനെ ഒന്ന് കാണണം. അങ്ങനെ ഞാനും ശ്രീമതിയും കൂടെ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. അതിനെപ്പറ്റി ഞാനൊരു പ്രത്യേക എപ്പിസോഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം ആഹ്ലാദവും സന്തോഷവും ഞാൻ ചെയ്യുന്ന ഈ കൃഷ്ണശിലയായി എന്ന എപ്പിസോഡുകൾ അർത്ഥവത്തായി എന്ന് തോന്നുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. മറ്റൊന്നുമല്ല, ഞാൻ ശ്രീ നീലാപത്മനാഭനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം വായ്മൊഴിയാണ്. അത് വാക്കുകളാക്കി മാറ്റി അദ്ദേഹം 7 പേജോളം വരുന്ന ഒരു എഴുത്ത്, അത് മുഖാമുഖങ്ങൾ എന്ന പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ, സയൻ ബുക്സിൻ്റെ ഈ പുസ്തകത്തിൽ സുരേഷ് കിള്ളിയൂർ പകർത്തി എഴുതിയ ആ വാക്കുകൾ അച്ചടി മഷി പുരണ്ടു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ സബ്ജക്റ്റ് തമിഴിലും 1-2 പുസ്തകങ്ങൾ വരുന്നുണ്ട് എന്ന് എന്നെ അറിയിച്ചപ്പോൾ സത്യത്തിൽ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. നമ്മൾ പറയുന്ന വാമൊഴി വരമൊഴിയായി മാറുന്നു. അത് വരാനിരിക്കുന്നൊരു പുസ്തകത്തിൽ അച്ചടി മഷി പുരളുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് എന്നിൽ ഉളവാക്കിയത്. അത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അതിനുശേഷം 17/9 വിസ്മയാസിൽ വെച്ച് തലമുറകൾ എന്ന സയൻ ബുക്സിൻ്റെ പുസ്തകം റിലീസിന് വന്നപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ. അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ, അത് എണ്ണിയാലൊടുങ്ങാത്ത അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കടമ്മനിട്ട കാവ്യശ്രേഷ്ഠ അവാർഡ്, ONV കാവ്യമഞ്ജരി പുരസ്കാരം, അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ബ്രീഫും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുമെല്ലാം വിശദമായ ഒരു ബ്രീഫ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വലിയ കാര്യം, മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഒരുപോലെ പ്രാവീണ്യം നേടിയ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ സൈബർ മാട്രിമണി 2025 എന്ന മലയാളത്തിലുള്ള ചെറുകഥാ സമാഹാരം കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബിരുദാനന്തര ബിരുദവും നേടി ഡെപ്യൂട്ടി സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത സുരേഷ് കിള്ളിയൂർ
എഴുത്തിൻ്റെ മാസ്മരിക ലോകം സൃഷ്ടിക്കുന്നു. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തെപ്പറ്റിയും വളരെ ക്ഷമയോടെ കേൾക്കാനും മറ്റുമായി മിനിഞ്ഞാന്ന് രാവിലെ അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ഒരു 6 ദിവസം കൊണ്ട് 17-ാം തീയതിക്ക് ശേഷം ഒരു 6 ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റിയിട്ടും അദ്ദേഹത്തെക്കുറിച്ചുമെല്ലാം മനനം ചെയ്ത് ഇരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരൻ്റെ സൃഷ്ടിയെ അപഗ്രഥിക്കുക, പഠിക്കുക, ഞാൻ വളരുന്നതോടൊപ്പം മറ്റുള്ളവരും വളരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടു നടക്കുക, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ പറയിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള വിശാലമായ മനസ്സും വിശാലമായ കാഴ്ചപ്പാടുകളുമുള്ള എഴുത്തുകാർ ചുരുങ്ങി വരുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. 29.5 മിനിറ്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. എൻ്റെ കൃഷ്ണശിലയായി എന്നുള്ളത് ഇതുവരെ 275 എപ്പിസോഡായി 365 എപ്പിസോഡിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പരമ്പരയിലെ എൻ്റെ വായ്മൊഴി മുഴുവനും വാക്കുകളായി മാറ്റി പുസ്തക രൂപത്തിൽ വന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. എനിക്ക് ക്ഷമ കുറവാണ്. താങ്കൾ എന്തായാലും ഒന്ന് ചെയ്തതല്ലേ, താങ്കൾക്ക് പറ്റുമോ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ തന്നെ ഈ ഒരു എപ്പിസോഡ് നിങ്ങളോട് പറയുമ്പോൾ തന്നെ 5-6 ദിവസത്തെ പരിശ്രമം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അങ്ങനെ പലതും പഠിച്ച് 3-4 പേരുടെ അശാന്ത പരിശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അത്രയൊക്കെ ബുദ്ധിമുട്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ സൃഷ്ടി, ഈ കൃഷ്ണശിലയായി എന്നുള്ളത് പൂർണ്ണമായും പകർത്തി എഴുതി ഇതൊരു പുസ്തകമായി വന്നാൽ കൊള്ളാമെന്ന മനസ്സിലൊരു ആഗ്രഹം എനിക്കുണ്ട്. സുരേഷ് ജിക്കത് ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം തൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൈകുന്നേരം നദിക്കരയിലെ എന്നുള്ളൊരു ചെറിയ സിനിമയിലെ 4 പാട്ടുകൾ, 4 ഞാൻ എഴുതിയതാണ് മലയാളത്തിൽ. അത് തമിഴിലേക്ക് മൊഴിമാറ്റം നടത്തണം. അതൊന്ന് ചെയ്തു തരാമോ എന്ന് 2ാമത്തെ ചോദ്യം. 3ാമത് ഞാൻ പറഞ്ഞു, എൻ്റെ ശങ്കജം എന്നുള്ള നോവൽ ഒന്ന് തമിഴിലേക്ക് പരിഭാഷ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്യാനുള്ള ചില രൂപരേഖകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇപ്പോൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത്. എന്ന് ഇറങ്ങും, എപ്പോൾ ഇറങ്ങും എന്നൊന്നും പറയുക വയ്യ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ, അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വിലപ്പെട്ട മറുപടി ഇങ്ങനെയായിരുന്നു: ശരവൺജി, ഞാൻ പരിശ്രമിക്കാം. ഞാനിപ്പോൾ 3-4 വർക്കുകൾക്കുള്ളിലാണ്. മനഃപൂർവ്വമല്ല, 1-2 ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു കവിതാ സമാഹാരം അതിൻ്റെ വർക്കിലാണ്. നമുക്ക് പരിശ്രമിക്കാം എന്ന് എന്നോട് പറയുകയുണ്ടായി. അത് അങ്ങനെ പറയാൻ കാരണവും അതേപ്പറ്റിയും ഞാൻ ചിന്തിച്ചത്, ഒന്ന്, നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ ഒരു അവതാരിക എഴുതാൻ വേണ്ടി ഓരോ സാഹിത്യകാരന്മാരുടെ വീട്ടിൽ 10-12 തവണ യാത്ര ചെയ്ത് കാലിലെ ചെരുപ്പ് തേഞ്ഞ കഥകളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു സഹതാപ തരംഗത്തിന് വേണ്ടിയിട്ടല്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ചെയ്യാൻ കഴിയില്ല അപ്പോൾ തന്നെ മുഖതാവിൽ പറയുക, നമുക്ക് കഴിയില്ല, ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വേറെ ആരെയെങ്കിലും സമീപിക്കൂ. അപ്പോൾ ആ പറയുന്ന രീതിക്ക്, ആ ഒരു ഒഴുക്കിന്
മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് എന്ന് നിഷ്കർഷയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എന്നെ സമീപിക്കുന്നവരെ അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്നവരെ ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കാറ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ ശ്രമിക്കാം ശരവണ, ഇപ്പോൾ കുറച്ച് വർക്കുകളിലാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവുന്ന മറുപടി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വശ്യമായ മറുപടി എഴുത്തിൻ്റെ ഉന്നതിയിൽ വിഹരിക്കുമ്പോൾ മനസ്സെന്ന താമ്പൂലത്തിൽ വെറ്റിലയും അടക്കയും എല്ലാം നിറച്ചു വച്ചൊരു രീതി, ചെറുകഥയും കവിതയും എല്ലാം എഴുതുന്ന ഒരു വലിയ എഴുത്തുകാരൻ. അത് വെറുതെ പറയുകയല്ല, അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ബ്രീഫ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, കാണുക. സ്നേഹത്തിൻ്റെ ഒരു പര്യായമാണ്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയാവുന്നുള്ളൂ. എത്രയോ പേരെ കണ്ടിരിക്കുന്നു, എത്രയോ പേരുമായി സംസാരിച്ചിരിക്കുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു എഴുത്തുകാരനോട് മറ്റൊരു എഴുത്തുകാരൻ കാണിക്കുന്ന വിനയം, പെരുമാറ്റം, തൻ്റേതായ രീതിയിൽ, തൻ്റേതായ കാഴ്ചപ്പാടിൽ, തന്നെക്കാൾ ഉപരി അല്ലെങ്കിൽ തന്നെക്കാൾ ചെറുതായോ വലുതായോ എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ എഴുത്തിൻ്റെ മേൽ വിഹരിക്കുകയും എന്നോടൊപ്പം മറ്റുള്ളവരും വളരണം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടുള്ള ഒരു മികച്ച എഴുത്തുകാരൻ. അതാണ് സുരേഷ്. സുരേഷിനെ കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളോടുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ രചനകളോടുള്ള കാഴ്ചപ്പാടും വ്യക്തമായി മനസ്സിലാക്കാൻ അതിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ജനനം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ നേടിയതും നേടാനിരിക്കുന്നതുമായ നിരവധി കാര്യങ്ങൾ, പക്ഷേ മനുഷ്യ നന്മയ്ക്കും മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾക്കും രചനകൾക്കുമെല്ലാം ഒരു വലിയ പളുങ്ക് പാത്രത്തിൽ മുത്തുകൾ നിറച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന, സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു നല്ല സുഹൃത്ത്, അതോടൊപ്പം തന്നെ അറിവിലും പെരുമാറ്റത്തിലും മികവ് പുലർത്തുന്ന ഒരു മികച്ച എഴുത്തുകാരനാണ് സുരേഷ് കിള്ളിയൂർ. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.